ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരെയും ഈശോ നിന്റെ ജീവിതത്തെ അന്ത്യവിധിയെക്കുറിച്ചുള്ള വചനഭാഗത്തില് ഈശോ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഏറ്റവും എളിയവരിലേക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം, ഇതിനു മുമ്പ് പറയുന്ന ഭാഗം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുന്നത്, കുറെ പ്രവൃത്തികളെ കുറിച്ച് പറയുക, ഇല്ലാത്തവരെ പരിഗണിക്കുന്നതിനെ കുറിച്ച് പറയുക. എന്നിട്ട് ഈശോ പറയാണ്, ഈ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ തപസ് കാലഘട്ടം തന്നെ ക്ഷണിക്കുക, ചെറിയവരെ ഉയർത്തുവാനായിട്ട്, ചെറിയവരിലെ ദൈവത്തെ കാണുവാനായിട്ട്. നിനക്കത് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എളിയവരിൽ നിന്നെ കാണുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തിനുള്ള എല്ലാ കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം.